ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 28ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് പ്രധാനമന്ത്രിമാരും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. PSC എക്സാമുകളിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1896 ഫെബ്രുവരി 29 ബൽസാർ ഗുജറാത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ബൽസാർ എന്ന് പറയുന്ന സ്ഥലത്ത് 1896 ഫെബ്രുവരി 29 മൊറാർജി ദേശായിയുടെ ജനനം. മരണം 1995 ഏപ്രിൽ 10. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. ഒത്തിരി തവണ PSC ബേസ് ലെവൽ ചോദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി. കാരണം ഇദ്ദേഹത്തിന്റെ പിറന്നാൾ എന്ന് പറയുന്നത് ഫെബ്രുവരി 29. അതുകൊണ്ട് തന്നെ 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. പാർലമെന്റിന് പുറത്തു വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ പ്രധാനമന്ത്രി. രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മൊറാർജി ദേശായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ മൊറാർജി ദേശായി ആണ്. എന്നാൽ ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായും, തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ എന്ന് ചോദിച്ചാലാണ് അതിന്റെ ഉത്തരം നിർമ്മല സീതാരാമനായി മാറുന്നത്. ഓക്കെ. രണ്ടാമത് ഏറ്റവും കൂടുതൽ P ചിദംബരമാണ് 9 തവണ. ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ഏക പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് മൊറാർജി ദേശായി. പ്രകൃതി ചികിത്സകനായിരുന്ന പ്രധാനമന്ത്രി. അപ്പോൾ പ്രകൃതി ചികിത്സകനായിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? മൊറാർജി ദേശായി പ്രകൃതി ചികിത്സകനായിരുന്നു. പിന്നോക്ക സമുദായം സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും മൊറാർജി ദേശായി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഭാരതരത്നം നിർത്തലാക്കിയ പ്രധാനമന്ത്രി. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതരത്നം നിർത്തലാക്കിയ പ്രധാനമന്ത്രി. ഡൽഹിക്ക് പുറത്ത് അടക്കം ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം. LGS LDC മുതലായ എക്സാമുകളിലൊക്കെ ഒത്തിരി തവണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയഘട്ട്. സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് മൊറാർജി ദേശായിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാറുള്ള. ജനനം 1896 ഫെബ്രുവരി 29 ബൽസാർ ഗുജറാത്ത്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായി. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യ പ്രധാനമന്ത്രി. രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. 10 തവണ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ്. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് കേന്ദ്ര ബജറ്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് നിർമ്മല സീതാരാമൻ. ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ഏക പ്രധാനമന്ത്രി. പ്രകൃതി ചികിത്സകനായിരുന്ന പ്രധാനമന്ത്രി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആരുടെയാണ്? മൊറാർജി ദേശായിയുടെ ആണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതേപോലെ തന്നെ നാച്ചുറൽ ക്യൂർ എന്നറിയപ്പെടുന്നതും ആരുടെ തന്നെയാണ്? മൊറാർജി ദേശായി. മിറാക്കിൾസ് ഓഫ് യൂറിൻ തെറാപ്പി എന്നറിയപ്പെടുന്നതും ആരുടെയാണ്? മൊറാർജി ദേശായിയുടെ കൃതികളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാം ചരൺ സിംഗിനെ കുറിച്ച്. ജനനം 1902 ഡിസംബർ 23. നൂർപൂർ ഉത്തർപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മരണം 1987 മെയ് 29. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ചരൺ സിംഗ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1977 മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. മൊറാർജി ദേശായി രാജിവെച്ചപ്പോഴാണ് ചരൺ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി. ദേശീയ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ദേശീയ കർഷക ദിനം എന്നാന്നുള്ളത് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 23 ഇത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ അത് ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിസാൻ ഘട്ടാണ്. അപ്പോൾ കർഷക ദിനം എന്നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? കിസാൻ ഘട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മക്കളെ അത് ലക്നൌവിലാണ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്നൌ ആണ്. ചരൺ സിംഗിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇന്ത്യാസ് എക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, ലാൻഡ് റിഫോംസ് ഇൻ ദ UP ആൻഡ് ദ കുലാക്സ്. ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യാസ് എക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, ലാൻഡ് റിഫോംസ് ഇൻ ദി UP ആൻഡ് ദ കുലാക്സ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. മക്കളെ ഇതെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ദേശീയ കർഷക ദിനം ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ 23. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ട എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഈ രണ്ട് ചോദ്യങ്ങളാണ് ചരൺ സിംഗുമായി ബന്ധപ്പെട്ട് മോസ്റ്റ്ലി PSC ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് രണ്ടെങ്കിലും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് നോക്കാം. രാജീവ് ഗാന്ധി. ജനനം 1994 ഓഗസ്റ്റ് 20. ഓക്കെ. അടുത്തതാണ് രാജീവ് ഗാന്ധി. ജനനം 1944 ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി ജനിക്കുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ജനനം 1944 കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ശ്രദ്ധിക്കുക. ജനനം 1944 ഓഗസ്റ്റ് 20. മരണം 1991 മെയ് 21. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേന്ദ്ര മന്ത്രിപദമോ സംസ്ഥാന മന്ത്രിപദമോ വഹിച്ച് മുൻ പരിചയമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തി. 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയത് 1985 ഭരണഘടനയുടെ 52ാം ഭേദഗതി പ്രകാരം. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയതും 61ാം ഭേദഗതി പ്രകാരമാണ്. 1989 ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച പ്രധാനമന്ത്രി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി.
എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1985 ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായും ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായും ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടും ആചരിക്കുന്നു. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി. 1991 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വീർഭൂമിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കി 1985. ഭരണഘടനയുടെ 52ാം ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റി 61ാം ഭേദഗതി. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചു. അതേപോലെ തന്നെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ 1985 രാജീവ് ഗാന്ധി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് VP സിംഗ്. ജനനം 1931 ജൂൺ 25 അലഹബാദ്. മരണം 2008 നവംബർ 27. യെസ്, അടുത്തത് ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടെ ഭരിച്ച ആദ്യ പ്രധാനമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. അപ്പോൾ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ്. അതേപോലെ തന്നെ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. പിന്നോക്ക സമുദായ സംവരണം നടപ്പിലാക്കുന്നതിന് കാരണമായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി. VP സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജനമോർച്ച. അപ്പോൾ VP സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ജനമോർച്ച. VP സിംഗിന്റെ ആത്മകഥ മൻസിൽ സെ സ്യാദാ സബർ. ഓക്കെ, അപ്പോൾ VP സിംഗിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ മൻസിൽ സെ സ്യാദാ സഫർ. VP സിംഗിന്റെ പുസ്തകമാണ് എവരി ടൈം ഐ വേക്ക് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ VP സിംഗിന്റെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ എവരി ടൈം ഐ വേക്ക് അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ VP സിംഗിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ജനമോർച്ച. ആത്മകഥ ഒന്ന് ഓർത്തു വച്ചോ, മൻസിൽ സെ സ്യാദാ സഫർ. VP സിംഗിന്റെ പുസ്തകമാണ് എവരി ടൈം ഐ വേക്ക് അപ്പ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ചന്ദ്രശേഖർ. ജനനം 1927 ജൂലൈ 1, മരണം 2007 ജൂലൈ 8. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെട്ടിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ലെവൽ ചോദ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെട്ടിരുന്നു. ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ കഴിയാതിരുന്ന ഏക പ്രധാനമന്ത്രി. അപ്പോൾ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ കഴിയാതിരുന്ന ഏക പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖർ ആണ്. ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന ഗുൽസാരിലാൽ നന്ദയും ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ടില്ല. ചന്ദ്രശേഖരന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ജനനായക സ്ഥലാണ്. ഇനി ചന്ദ്രശേഖരന്റെ ആത്മകഥയാണ് മേരി ജയിൽ ഡയറി. അപ്പോൾ മേരി ജയിൽ ഡയറി ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖറിന്റെ ആത്മകഥയുടെ പേരാണ് മേരി ജയിൽ ഡയറി. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ജനനായക സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയെങ്കിലും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് VP നരസിംഹറാവു. ജനനം 1921 ജൂൺ 28, മരണം 2004 ഡിസംബർ 23. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. അപ്പോൾ ഒന്ന് നോക്കിയേ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി, പാർലമെന്റ് അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. ഇതൊക്കെ ആരാ? VP നരസിംഹറാവു.
കാലാവധി പൂർത്തിയാക്കിയ നെഹ്റു കുടുംബമല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് VP നരസിംഹറാവു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VP നരസിംഹറാവു ആണ്. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന പ്രധാനമന്ത്രി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ VP നരസിംഹറാവു ആണ്. അതേപോലെ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബുദ്ധ പൂർണിമ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ബുദ്ധ പൂർണിമ പാർക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ് ഫോർ പീസ് ആണ്. അതേപോലെ തന്നെ ദ ഇൻസൈഡർ, ലോങ് സെലക്ട് സ്പീച്ച്, അന്തർഗത, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്തു വച്ചോ. VP നരസിംഹറാവു എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് ആരെന്ന് പറയുന്നത്? VP നരസിംഹറാവു. അതായത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി, പാർലമെന്റ് അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരാളെ നോക്കാം. AB വാജ്പേയി. ജനനം 1924 ഡിസംബർ 25. ഓക്കെ, ജനിച്ച സ്ഥലം 1924 ഡിസംബർ 25 ഗോളിയോർ. മരണം 2018 ഓഗസ്റ്റ് 16. ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ്. ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 പൊതു തെരഞ്ഞെടുപ്പുകൾ അനുകൂലമായ പ്രധാനമന്ത്രി. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് അംഗമല്ലാതിരുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് അംഗമല്ലാതിരുന്ന ആദ്യ പ്രധാനമന്ത്രി. ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയായിരുന്നു വാജ്പേയി മന്ത്രിസഭ. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് AB വാജ്പേയി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ ആരുടെ മുദ്രാവാക്യമാണ്? AB വാജ്പേയി. ഭാരതരത്ന ലഭിക്കുന്ന 44ാമത്തെ വ്യക്തി. ഭാരതരത്ന ലഭിച്ചത് 2015. ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി. കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഭരണഘടനാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഡിസംബർ 25 താഴെ പറയുന്നതിൽ എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇനി വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ്. ഇനി ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? AB വാജ്പേയി. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. എ കൺസ്ട്രക്റ്റീവ് പാർലമെന്റേറിയൻ, അതാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക്. അടുത്തതാണ് HD ദേവഗൗഡ. ജനനം 1933 മെയ് 18 ഹരടനഹള്ളി, കർണാടകയാണ്. മണ്ണിന്റെ മകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. അപ്പോൾ മണ്ണിന്റെ മകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. 1994-96 വരെ കർണാടക മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തി. ജനതാദൾ സ്ഥാപകനായ പ്രധാനമന്ത്രി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ പ്രധാനമന്ത്രി. പാർലമെന്റിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ വ്യക്തി. അപ്പോൾ പാർലമെന്റിൽ അംഗമല്ലാത്ത
പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് HD ദേവഗൗഡ. IK ഗുജറാൾ. ജനനം 1919 ഡിസംബർ 4, മരണം 2012 നവംബർ 30. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ്. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി IK ഗുജറാൾ. ഇദ്ദേഹത്തിന്റെ വിദേശ നയമാണ് ഗുജറാൾ ഡോക്ട്രിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ IK ഗുജറാളിന്റെ വിദേശ നയം അറിയപ്പെട്ടതാണ് ഗുജറാൾ ഡോക്ട്രിൻസ് എന്ന പേരില്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. IK ഗുജറാളിന്റെ ആത്മകഥ മാറ്റ്സ് ഓഫ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റ്സ് ഓഫ് ഡിസ്ക്രിഷൻ. IK ഗുജറാളിന്റെ അന്ത്യവിശ്രമം സ്ഥിതി ചെയ്യുന്നത് അമൃത സ്ഥലിലാണ്. അമൃത സ്ഥല്. പ്രധാന കൃതികൾ മാറ്റേഴ്സ് ഓഫ് ദ ഡിസ്ക്രിഷൻ, എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ എന്നുള്ളതാണ് ആരുടെ IK ഗുജറാളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1932 സെപ്റ്റംബർ 26 ജനനം, പഞ്ചാബ്. 82 to 85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അതേപോലെ തന്നെ UGC ചെയർമാനായിരുന്ന പ്രധാനമന്ത്രി. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രി ആയിരുന്നു. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ എന്നിവ നടപ്പിലാക്കിയ ധനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഹിന്ദി മതക്കാരനല്ലാതെ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായ ആദ്യത്തെ സിഖ് മതക്കാരനാണ് ആരെന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് അസമിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 അദ്ദേഹം രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ടു, 6ാമത്തെ തവണ. നെഹ്റുവിന് ശേഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തിയാണ്. 2ാമത്തെ വ്യക്തി നരേന്ദ്രമോദി. ജപ്പാൻ സർക്കാരിന്റെ ഉന്നത പുരസ്കാരമായ ഡി ഗ്രാൻഡ് കോഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ പൈൽ ഓഫ് ഫ്ലവേഴ്സ് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ജപ്പാൻ സർക്കാരിന്റെ ഉന്നത പുരസ്കാരമായ ഡി ഗ്രാൻഡ് കോഡർ ഓഫ് ഓർഡർ ഓഫ് ദ പൗൽ ഓഫ് ഫ്ലവേഴ്സ് പുരസ്കാരം ലഭിച്ചത് മൻമോഹൻ സിംഗ്. 2008 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തെ പ്രധാനമന്ത്രി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇൻ ഗോസ്റ്റ് ഡെൻ, ചേഞ്ച് ഇന്ത്യ, ടു ദ നേഷൻ ഫോർ ദ നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് പഠിക്കാം ശ്രീ നരേന്ദ്രമോദി. ജനനം 1950 സെപ്റ്റംബർ 17, വടനഗർ, ഗുജറാത്ത്. 2014 മെയ് 26 മുതൽ തുടരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. 13 വർഷത്തിന് ശേഷം ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചത് 16ാം ലോകസഭയിലാണ്. ഇംഗ്ലീഷുകാർ സന്ദർശിച്ച 2ാമത്തെ പ്രധാനമന്ത്രി. അറേബ്യൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഉയർന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് എനിക്ക് മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്താൻ ആയത് നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ശക്തിയെ തെളിയിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണസി, ഉത്തർപ്രദേശ് മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സൻസദ് ആദർശ് ഗ്രാമീൺ യോജന പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമമാണ് ജയ്പൂർ, വാരാണസി, UP. പ്രധാന കൃതികളാണ് ജ്യോതി പുഞ്ചു, അബോർഡ് ഓഫ് ലൈഫ്, എക്സാം വാരിയേഴ്സ്, സേതു ബന്ദ്, സോഷ്യൽ ഹാർമണി. ഭാരതരത്നം ലഭിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, ഗുൽസാരിലാൽ നന്ദ, AB വാജ്പേയി. ഇത്രയാണ് ഭാരതരത്നം ലഭിച്ച പ്രധാനമന്ത്രിമാർ. ഒന്നുകൂടി പറയാം: ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാ ഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, ഗുൽസാരിലാൽ നന്ദ,
AB വാജ്പേയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായി തന്നെ പഠിച്ചു പോവുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.